Hello friends, welcome to my channel Achoos Kitchen Art. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്ന ഒരു ഹെൽത്ത് ടിപ്പാണ്. റാഗി വെച്ചിട്ടുള്ള ഒരു ഐറ്റം ആണിത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ഒരുപാട് പേര് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയൊരു ടിപ്പാണിത്. അപ്പോൾ ഞാനിത് 2 ദിവസം മുമ്പ് മാർക്കറ്റിൽ നിന്ന് മേടിച്ച് കഴുകി ഉണക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് നന്നായിട്ട് വറുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാൻ നമ്മൾക്ക് അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി എടുക്കേണ്ടതാണ്. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായി പൊടിച്ചെടുക്കണം. ഒരുപാടൊന്നും നമ്മൾ നേരത്തെ പൊടിച്ച് വെക്കരുത്. ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശെയായിട്ട് എടുത്ത് പൊടിച്ച് വെക്കാവൂ. അപ്പോൾ നമ്മളിത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല നൈസായിട്ട് പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇടാം. അപ്പോൾ ഇനി ഇത് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഈ ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളമാണ് ഞാനിപ്പോൾ അതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ 1.5 സ്പൂണ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇട്ടതിന് ശേഷം ഇത് നന്നായി ഇളക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഇത് അടി പിടിക്കും. ഒരുപാട് തീയിലങ്ങ് ഇടരുത്, ലോ ഫ്ലെയിമിൽ. ഇതിപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് നമുക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ചിലർക്ക് ഇതിൻ്റെ രുചി നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. 2-3 ദിവസമൊക്കെ ആകുമ്പോഴേക്ക് ശരിയാവും. അതിന് ശേഷം ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കുടിക്കാവുന്നതാണ്. അപ്പോൾ മെയിനായിട്ട് നമ്മളിത് രാവിലെയും വൈകിട്ടും 2 നേരത്തേക്കാണ് ഇത് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് തണുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പരന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ചെറു ചൂടോടക്കിന് വേണം ഇത് കുടിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഒരുപാട് തണുത്ത് പോയി അതിൻ്റെ ടേസ്റ്റ് വേറൊരു ടേസ്റ്റായി പോകും. അതുകൊണ്ട് നമുക്കൊരു ചെറു ചൂടിൽ വേണം കുടിക്കാൻ. ഒരുപാട് ചൂടിലൊന്നും കുടിക്കരുത്. ഒരുവിധം ചൂടാറിയിട്ടുണ്ട്. അപ്പം ഞാൻ ചെറിയൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ ഉറപ്പായി എനിക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് എന്നെ അറിയിക്കേണ്ടതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.